നമസ്കാരം. കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരു പുത്തൻ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ഇന്നും സ്വർണ്ണ കവർച്ച നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ചയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. അമേരിക്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ നടന്ന കൂട്ടപ്പിരിച്ചുവിടൽ തുടങ്ങി സജീവമായ ഒരു വാർത്താ ദിനമാണ് ഇന്ന്. വാർത്തകളിലേക്കെല്ലാം വിശദമായി തന്നെ എത്താം. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ പോറ്റിക്ക് ജാമ്യം കിട്ടിയേക്കും. സ്വർണ്ണ കവർച്ച ഇന്നും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും. നരവേന US കരാർ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. സസ്പെൻഷനിലായ MP-മാരുടെ പാർലമെന്റ് കവാടത്തിലെ ധർണ എന്നും തുടരും. വാഷിംഗ്ടൺ പോസ്റ്റിൽ കൂട്ടപ്പിരിച്ചുവിടൽ. ജോലി പോയത് ഇന്ത്യൻ ബ്യൂറോ ചീഫ് അടക്കം 30% പേർക്ക്. ജോലി പോയതിൽ ശശി തരൂരിന്റെ മകൻ ഇഷാൻ തരൂരും ദിശ മാറ്റത്തിലേക്ക് കടക്കുകയാണെന്ന് മാനേജ്മെന്റ് വിശദീകരണം. അധ്യാപക നിയമനത്തിൽ സഭകളെ തണുപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായി സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കും. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും.